ഓം ഓം മുദാകരാത്തമോദകം സദാ വിമുക്തിസാധകം കലാധരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശുനാശകം നമാമീതം വിനായകം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः. മാണിക്യപ്രതിമപ്രഭാം ഹിമനിഭൈത്തുംഗൈശ്ചതുർഭിർഗജൈः ഹസ്താഗ്രാഹിതരത്നകുംഭസലിലൈരാസിച്യമാനം മുദാ ഹസ്താബ്ജൈർവരദാനമംബുജയുഗ ഭീതിർദധാനാം ഹരികാന്താം കാംക്ഷിതപാരിജാതലതീകാം വന്ദേ സരോജാസനാം. ഓം ശ്രീമാത്രേ നമഃ. നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് ദേവിയുടെ അവതാരത്തെക്കുറിച്ചും ഭണ്ഡാസുരനുമായിട്ടുള്ള വധത്തെക്കുറിച്ചും ദേവിയുടെ അലങ്കാരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സ്ഥൂല രൂപവർണ്ണന എന്ന് പറയാം. ഏകദേശം 50 നാമങ്ങളിലൂടെ നമ്മളത് കാണുവാൻ പോവുകയാണ്. ഇപ്പൊ എവിടെ എത്തി നമ്മള്? ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി. അടുത്തെന്താണ്? ചിദഗ്നികുണ്ഡ സംഭൂത എന്നുള്ള നാമം. ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നും ഉദ്ഭൂതയായവൾ എന്ന് നമുക്ക് സാമാന്യേന അർത്ഥം കാണാവുന്നതാണ്. ചിദഗ്നികുണ്ഡ സംഭൂത നാമങ്ങള് ചൊല്ലുമ്പോഴും ഒക്കെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മന്ത്രവും കൂടിയാണ്, അതുകൊണ്ട് തെറ്റി ചെല്ലരുത് എന്ന് അർത്ഥത്തിന് വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ. മനസ്സിലായോ? ചിദഗ്നികുണ്ഡ സംഭൂത, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നും ഉത്ഭൂതയായവൾ, ജനിച്ചവൾ. അപ്പൊ പരാശക്തിയുടെ ജനനത്തെ കുറിച്ചാണ് ചെറിയൊരു സൂചന ഈ നാമത്തിലൂടെ നമുക്ക് തരുന്നത്. ലളിതോപാഖ്യാനത്തില് അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദം, 3 പദങ്ങൾ ചേർന്നതാണ് സച്ചിദാനന്ദം. അതിലെ ചിത്ത് എന്ന് പറയുന്നത് ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇപ്പോ അറിവ് എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരൻ, അല്ലെ? ഋഗ്വേദത്തിലെ നിന്ന് എടുക്കാവുന്ന ആ മഹത് വാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? പ്രകർഷേണയുള്ള ജ്ഞാനമാണ്, അറിവാണ്. ഇപ്പൊ അറിവാണ്, ജ്ഞാനമാണ് ഈശ്വരൻ എന്ന് നമ്മളോട് വ്യാസഭഗവാൻ അടക്കം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോ ചിത്താകുന്ന അല്ലെ ജ്ഞാനാഗ്നിയാകുന്ന അതിൽ നിന്ന് ചിദഗ്നി, ചിത്ത എന്ന് പറഞ്ഞാൽ ജ്ഞാനം, മനസ്സിലാവുന്നുണ്ട്? ആ ജ്ഞാനാഗ്നിയിലാണ് ഭഗവതി പരാശക്തി ഉണ്ടായത്. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ദേവി ഉപാസകരുടെ, ഇപ്പൊ സർവീ ഭക്തരുടെ ഹൃദയം ഒരു യാഗകുണ്ഡമായി സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ഹോമകുണ്ഡമായിട്ട് ചിദഗ്നികുണ്ഡം. അഗ്നികുണ്ഡം എന്ന് പറഞ്ഞാൽ ഹോമകുണ്ഡം, യാഗകുണ്ഡം എന്നൊക്കെ പറയാം. അപ്പോ ചിത്താകുന്ന അഗ്നികുണ്ഡത്തില്, യാഗകുണ്ഡത്തിൽ നിന്നും ആ ചിത്തിനെ അഗ്നിയായിട്ടാണ്, ജ്ഞാനത്തെ അഗ്നിയായിട്ടാണ്, ഫയർ ആയിട്ടാണ് ആചാര്യന്മാര് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ജ്ഞാനാഗ്നിയില് ഉണ്ടാവുക. അപ്പൊ നമ്മളുടെ ഹൃദയമാകുന്ന യാഗകുണ്ഡത്തിൽ നിന്നാണ് ഭഗവതി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളുടെയൊക്കെ ഹൃദയമാകുന്ന ആ അഗ്നികുണ്ഡത്തില്, അതിലുള്ള ആ ജ്ഞാനാഗ്നിയിലാണ് പരാശക്തി
അതിൽ നിന്നാണ് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്താണ്? ചിദഗ്നികുണ്ഡ സംഭൂത എന്ന് നാമം പറയുന്നുണ്ട്. ചിത്താകുന്ന എന്താണ്? അഗ്നികുണ്ഡത്തിൽ സംഭൂതയായവൾ. നേരത്തെ പറഞ്ഞു ദേവി എന്താണ്? അജ്ഞാന ധ്വാന്ത ദീപികയാണെന്ന് ഒരു നാമത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നീ പഠിക്കാൻ പോകും. അജ്ഞാന ധ്വാന്ത ദീപികയായെന്നൊക്കെ പറയും നമ്മൾ. അജ്ഞാനമാകുന്ന അറിവില്ലായ്മ എന്ന ഇരുട്ട്. അപ്പൊ അറിവില്ലായ്മയെ ഇരുട്ടിനോടും അറിവിനെ ജ്ഞാനത്തെ പ്രകാശത്തോടും നമ്മൾ ഉപമിക്കാറുണ്ട് അല്ലെ? അജ്ഞാനധ്വാന്തമാണ് അജ്ഞാനമാകുന്ന അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന ധ്വാന്തം. ഇരുട്ടിനെ ഒരു ദീപികയായിട്ടാണ്, വിളക്കായിട്ടാണ് ലളിതാ സഹസ്രനാമത്തില് ദേവിയെ വർണ്ണിച്ചിട്ടുള്ളത്. അജ്ഞാന ധ്വാന്ത ദീപിക എന്നൊരു നാമുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മള് ഈ നാമത്തില് ചിദഗ്നികുണ്ഡ സംഭൂത, ചിത്താകുന്ന ജ്ഞാനാഗ്നി എന്നർത്ഥം. ആ അഗ്നികുണ്ഡത്തിൽ നിന്നും ഉത്ഭൂതയായവൾ, ജനിച്ചവൾ എന്ന് അർത്ഥം. ഇപ്പൊ ഭണ്ഡാസുരനോട് യുദ്ധം ചെയ്ത് തോറ്റ ദേവന്മാര് ഭണ്ഡാസുരനെ തോൽപ്പിക്കുവാനായിക്കൊണ്ട് ഭഗവതിയുടെ സഹായം തേടുകയാണ്. അപ്പൊ ഭഗവതിയെ ഉപാസിക്കുകയാണ്. ഈ ഒരു യോജന വിസ്തീർണമൊക്കെയുള്ള യാഗകുണ്ഡം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അവര് ഹോമം നടത്തുന്നത്. ഒരു യോജന എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിപ്പമുണ്ടെന്ന് ആലോചിക്കണം. അത്രയും വലിയ യാഗകുണ്ഡം ഉണ്ടാക്കിയിട്ട്, ഹോമകുണ്ഡം ഉണ്ടാക്കിയിട്ട് അതില് ആഹുതി ചെയ്യാണ്. അപ്പോ എത്രയായിട്ടും ദേവി പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് ഇവര് അവരവരുടെ ശരീരാംഗങ്ങളെ മുറിച്ച് ആ അഗ്നികുണ്ഡത്തിൽ ഇടുകയാണ് ദേവന്മാര്. എങ്ങനെയെങ്കിലും ഭണ്ഡാസുരനെ തോൽപ്പിക്കണം. കാരണം ഭണ്ഡാസുരൻ ഈ ദേവന്മാരുടെ ആ രാജ്യമൊക്കെ കീഴടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ദേവന്മാര് വലിയൊരു യാഗം നടത്തുന്നു. ഒരു യോജന വിസ്തീർണമുള്ള അതിബൃഹത്തായിട്ടുള്ള ഹോമകുണ്ഡം ഒരുക്കിയിട്ട്, യാഗകുണ്ഡം ഒരുക്കിയിട്ട് അതില് ആഹുതി ചെയ്യാണ്. അവസാനം എന്ത് തന്നെ ചെയ്താലും ഭഗവതി പ്രത്യക്ഷമാകാത്തത് കൊണ്ട് ആത്മസമർപ്പണം ചെയ്യണം. അവിടെ അവരവരുടെ ശരീരാംഗങ്ങളെ കയ്യ കാല തുടങ്ങിയിട്ട് മുറിച്ച് ആ ഹോമകുണ്ഡത്തിൽ ഇടുകയാണ്. ആ സമയത്ത് ഭഗവതി അവിടെ പ്രത്യക്ഷമാകുകയാണ്. അതാണ് ചിദഗ്നികുണ്ഡ സംഭൂതായൈ നമഃ. ഇവിടെ ലളിതോപാഖ്യാനത്തിലെ 7ാമത്തെ ചാപ്റ്ററില് 72-77 ശ്ലോകത്തിലൊക്കെ പറയുന്നുണ്ട്, കോടി സൂര്യപ്രതീകാശം ചന്ദ്രകോടി സുശീതലം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. കോടി സൂര്യ പ്രതീകാശം എന്നാണ്. കോടിക്കണക്കിന് സൂര്യന്റെ ശോഭയോട് കൂടിയിട്ടാണ്. ഈ നാമങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് സഹസ്രനാമത്തില്. പിന്നെന്താണ്? ചന്ദ്രകോടി സുശീതളം എന്നാ. ശീതളകാരിയായിരിക്കുന്ന കോടിക്കണക്കിന് ചന്ദ്രന്റെ ഒക്കെ മധ്യത്തില് തന്മധ്യേ സമുദ്ഭൂതം ഉണ്ടാവുകയാണ്. പിന്നെന്താണ്? ചക്രാകാര അനുത്തമം. ചക്രാകാരത്തില് തന്മധ്യേ മഹാദേവി ഉദയാർക്ക സമപ്രഭാം. ഉദയസൂര്യന്റെ ശോഭയോടുകൂടി അവിടെ ആ ഹോമകുണ്ഡത്തിൽ നിന്നും പ്രത്യക്ഷമാവുകയാണ് എന്നാണ് ലളിതോപാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോ ഇവിടെ ദേവന്മാരൊക്കെ അവരുടെ ശരീരാംഗങ്ങളെ മുറിച്ച് ഹോമകുണ്ഡത്തില് ആഹുതി ചെയ്ത സമയത്ത് അതിൽ സംപ്രീതയായ ദേവി ആ ഹോമകുണ്ഡത്തിൽ നിന്ന്, ചിദഗ്നിയിൽ നിന്ന് ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക.